ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് പ്രാർത്ഥന. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതായത് ഇസ്ലാമിക രീതിയിൽ എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ അതിനകത്ത് വന്ന് ചോദിക്കുകയും അല്ലാതെ പേഴ്സണലായിട്ട് ഒരുപാട് കമന്റുകൾ കിട്ടുകയും ചെയ്തതാണ് പ്രാർത്ഥന. അപ്പം പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രാർത്ഥന എന്താണെന്നും ആ പ്രാർത്ഥന ചെയ്യുന്നതിൽ കൂടെ നമുക്കുണ്ടാകുന്ന ആത്മീയ വിശ്വാസങ്ങൾ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പ്രാർത്ഥന എന്നത് ഒരു കേവലം കുറച്ച് വാക്കുകൾ കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നതല്ല. അത് നമ്മൾ ദൈവവുമായിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ള അല്ലെങ്കിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിയെ നമ്മൾ അനന്തമായ ഒരു ഊർജവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലം എന്നൊക്കെ പറയാം. ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഉള്ളിലോട്ട് തന്നെയാണ് ഇറങ്ങിച്ചെല്ലുന്നത്. പ്രാർത്ഥന ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് കണക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ദൈവം എന്താണ് അല്ലെങ്കിൽ ദൈവത്തിനോട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദൈനംദിനമായ ഒരു ചര്യയായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് ഒരു ഡിമാൻഡിങ് ആണ് അല്ലേ? അതായത് ദൈവത്തോട് ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു ഇന്ന കാര്യം എനിക്ക് നേടണം എന്നോ നമ്മൾ സമർപ്പിക്കുന്ന ഒരു സംഭവമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സറണ്ടർ ചെയ്യുക. ആ പ്രാർത്ഥനയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുന്നിൽ വെക്കുകയും എന്നാൽ ഏറ്റവും ഉചിതമായ സമയത്ത് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. അതായത് ഒരു പ്രാർത്ഥനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടുള്ള സമാധാനം നമുക്ക് കിട്ടും. മനസ്സിലെ ഭാരം ഇറക്കി വെക്കാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അതുപോലെ നമുക്ക് ഏകാഗ്രത അല്ലെങ്കിൽ ഫോക്കസ് ചിന്തകളെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനും വ്യക്തത നൽകാനും ഇത് നമുക്ക് സഹായിക്കും. പിന്നെ അതുപോലെ പോസിറ്റീവ് വൈബ്രേഷൻ, അതായത് ശരീരത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് എനർജി നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ ശരീരം മുഴുവനും നിറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഹോപ്പ്, ജീവിതത്തിലെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ തളരാതിരിക്കുന്നതിന് കരുത്ത് നൽകുന്ന ഒരു ശക്തമായ ഒരു ആ, കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഏത് മതക്കാരാണെങ്കിലും പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് കാം ആവാനുണ്ട്, ഒന്ന് ശാന്തമാകുക. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒന്ന് ബ്രീത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം റിലാക്സ് ചെയ്തിരുന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാത്തിനും ഏകാഗ്രത ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ബലം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തുക. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ഡിമാൻഡിങ് ചെയ്യുന്നതിന് പകരം എനിക്ക് ഇന്നത് വേണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൂടെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. എനിക്ക് ലഭിച്ച ഈ നല്ല ജീവിതത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് നിങ്ങൾ തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിനോടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം സമർപ്പിക്കുക, ഈ സറണ്ടർ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ആഗ്രഹങ്ങളെക്കുറിച്ചോ സംസാരിക്കുക. അത് നടന്നു കഴിഞ്ഞ രീതിയിൽ അതിനെ ഭാവനയിലൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. എൻ്റെ ജീവിതം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവാദിയാണ് എന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള വർത്തമാനങ്ങളും അതുപോലെ അതിനുള്ള വാചകങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ അഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ദുവ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് പറയാം. നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും ഡിമാൻഡിങ് ചെയ്യുന്നതിന് പകരം ഇന്ന കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സിനെ നമ്മൾ ആലോചിക്കുകയാണ് ചെയ്യാനുള്ളത്. അടുത്ത നാലാമതായിട്ട് വരുന്ന വിശ്വസിക്കുക. അതായത് ഏതൊരു പ്രാർത്ഥനയ്ക്ക് ശേഷവും ആ കാര്യം
പൂർണ്ണമായും നടക്കുമെന്ന വിശ്വാസത്തോടെ മനസ്സിനെ സമാധാനമായി വെക്കുക. സാധാരണയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ദൈവമേ അത് തരണേ, അല്ലെങ്കിൽ ഇത് തരണേ എന്ന് പടച്ചവനെ തരണേ എന്നുള്ള ഒരു ഡിമാൻഡിങ് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മളത് മറക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ ആ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് കിട്ടിയ എല്ലാ നന്മകളെയും കുറിച്ചിട്ട് നമ്മൾ അതിന് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു പ്രാർത്ഥന നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ദൈവത്തിനോട് വിലപേശുന്നതല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ അടുപ്പിച്ചു തരാനും അല്ലെങ്കിൽ അത് ആ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് ഒരുപാട് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയാനും നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്